5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള വിവാദപരമായ ഒരു പ്രസ്താവന ഗോവിന്ദമാഷിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി വന്നു. അതിനെ തലങ്ങും വിലങ്ങും എതിർത്തുകൊണ്ട് പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു. അതിലേറ്റവും ആധികാരികമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, ജനസംഘത്തിൻ്റെയൊക്കെ നേതാവായിട്ടുള്ള K. രാമൻപിള്ള സാർ, വെഞ്ഞാറമൂട്, അദ്ദേഹം 80 വയസ്സെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഇന്നലെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇതിനകത്ത് 77-ൽ കൂത്തുപറമ്പിലാണ് മത്സരിച്ചത്, തലശ്ശേരിയിലല്ല. തലശ്ശേരിയിൽ വേറെ സ്ഥാനാർത്ഥിയായിരുന്നു. കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ സഹായിച്ചിട്ടില്ല RSS എന്ന് പറയുന്നു 77-ൽ. എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റർ ദേശാഭിമാനിയുടെ പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിലെല്ലാം കറങ്ങുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വളരെ ലളിതമായ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ വീഡിയോസ് പല രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 1951-ലാണ് ഭാരതീയ ജനസംഘം ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അത് 51 ഒക്ടോബർ 21 ശ്യാമപ്രസാദ് മുഖർജിയാണ് സ്ഥാപിച്ചത്. ദീനദയാൽ ഉപാധ്യായുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. AB വാജ്പേയിയും LK അദ്വാനിയൊക്കെ അതിനകത്തുണ്ടായിരുന്നു, സമിതിയിലുണ്ടായിരുന്നു. 1951-ലാണ് അത് തുടങ്ങുന്നത്. എന്നാൽ അത് 1977 വരെ അത് നിലനിന്നു. 77 ജനുവരി വരെ അത് നിലനിന്നു. ഇനി അടുത്തതാണ് മറ്റു ചില കാര്യങ്ങൾ വരുന്നത്. എന്താണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? 1974 ആകുമ്പോൾ തന്നെ ഓഗസ്റ്റ് 29 ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ 7 പാർട്ടികൾ ചേർന്ന് ഭാരതീയ ലോക്ദൾ എന്നൊരു ഒരു സംവിധാനം ഉണ്ടാക്കി. അതിനകത്ത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, കരിപ്പൂരി ഠാക്കൂർ വിഭാഗം, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ക്രാന്തിദൾ, ഉൾക്കൽ കോൺഗ്രസ്, അതുപോലെ തന്നെ കിസാൻ മസ്ദൂർ പാർട്ടി, രാഷ്ട്രീയ ലോക് താന്ത്രിക് ദളം, പഞ്ചാബ് ഖേദ്കർ ജമീന്ദർ പാർട്ടി, ഇങ്ങനെ 6-7 പാർട്ടികൾ ചേർന്നുകൊണ്ട് ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. 74-ലാണ്. അതങ്ങനെ നിന്ന് വരുമ്പോഴാണ് 1975-ൽ പിന്നെ അടിയന്തരാവസ്ഥ നടക്കുകയും അടിയന്തരാവസ്ഥയ്ക്കെതിരെ, കോൺഗ്രസിനെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ ശക്തമായ തോതിൽ CPM-ഉം എല്ലാ പാർട്ടികളും വലിയ ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് 1977 വരെ, ജനുവരി വരെക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ജനസംഘവും, അതിൽ കൂടുതലും ഹിന്ദു മഹാസഭയുടെ ആളുകളായിരുന്നു, അതൊരു RSS സംഘടന പോലെയാണ് പോയത്. അങ്ങനെ നിന്ന സമയത്താണ് 77-ൽ ജയപ്രകാശ് നാരായണൻ്റെ നിർദ്ദേശപ്രകാരം പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നുണ്ട്, ജനതാ പാർട്ടി ഉണ്ടാകുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അല്ല, ജനതാ പാർട്ടി. അതിനകത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി 69-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ പിളർപ്പ് നടന്നിരുന്നു. അന്ന് നിജലിംഗപ്പയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. അന്ന് പിന്നെ നീലം സഞ്ജീവ് റെഡ്ഡിയെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നടന്നിട്ട് പറഞ്ഞാൽ സംഘടനാ കോൺഗ്രസും ഭരണ കോൺഗ്രസും എന്ന് കോൺഗ്രസ് രണ്ടായി. അതിൽ സംഘടനാ കോൺഗ്രസ് പിന്നെ നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇന്ദിരാ കോൺഗ്രസ് ഒക്കെ ഉണ്ടായി. അത് വേറെ ചരിത്രമാണ്. അങ്ങനെ നിന്ന സാഹചര്യം വന്നതിന് ശേഷമാണ് ഇത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ജനതാ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടിയിൽ വീണ്ടും പാർട്ടികളെല്ലാം ചേരാൻ തുടങ്ങി. അതിനകത്ത് ജയപ്രകാശ് നാരായണൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ സൂചിപ്പിച്ചുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ പാർട്ടി, അതായത് നിജലിംഗപ്പയുടെ പാർട്ടി, ജനസംഘം. ഈ ജനസംഘം 1971 ജനുവരി വരെ ഉണ്ടായിരുന്ന ജനസംഘവും അതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ ഭാരതീയ ലോകദളം, ജനതാ പാരി എന്നൊക്കെ പറയുന്ന കുറേ പാർട്ടികൾ അതിനകത്തുണ്ടായിരുന്നു. അവരാണ് 77-ൽ അധികാരത്തിൽ വരികയും വാജ്പേയിയും അദ്വാനിയും ആ മന്ത്രിസഭയിൽ മന്ത്രിമാരുമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഞാൻ പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു. ഇനി കേരളത്തിൽ എന്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. ഈ 75-ലും 77-ലും ഒക്കെ ഇങ്ങനെ RSSുമായി സഹകരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഖാവ് P. സുന്ദരയ്യ, അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയുമായിരുന്നു, പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, സെൻട്രൽ കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും ഒരു കത്തെഴുതി 1975 8-ാം മാസം 22-ാം തീയതിയാണ് ലെറ്റർ എഴുതുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് എഴുതിയിട്ടുണ്ട്, സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. RSSുമായുമുള്ള ബന്ധത്തിൽ പ്രതിഷേധിച്ച്, അത് നീണ്ട കത്താണ്. പിന്നെ ആ കത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു, സുന്ദരയ്യ രാജിവെക്കുന്നു. അത് മൈ റെസിഗ്നേഷൻ എന്ന പേരിൽ സുന്ദരയ്യയുടെ മരണശേഷം ഡൽഹിയിൽ നിന്നൊരു പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത്. 1977 ജനുവരി മാസത്തിലാണ് ജനസംഘം ജനതാ പാർട്ടിയായി മാറുന്നത്. പക്ഷേ 1977 മാർച്ച് മാസത്തിലാണ് കൂത്തുപറമ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാങ്കേതികമായി സ്വരാജ് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്. കാര്യം ജനസംഘം
ജനതാ പാർട്ടിയിൽ ലയിച്ചു കഴിഞ്ഞു, സഹകരിച്ചു കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്തെന്നാൽ ഇവിടെ ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ഈ ലയിച്ചിട്ടുള്ള ജയപ്രകാശ് നാരായണൻ്റെ ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടുള്ള 7 പാർട്ടികളിൽ 6 പാർട്ടിയും വടക്കേ ഇന്ത്യയിലുള്ളവരാണ്, കേരളത്തിലുള്ളവരല്ല. കേരളത്തിലുള്ള ഏക പാർട്ടി എന്ന് പറയുന്നത് ജനസംഘമാണ്. അപ്പോൾ രാമൻപിള്ള സാറ് പറഞ്ഞതും കറക്റ്റാണ്. രാമൻപിള്ള സാറ് പറഞ്ഞു, ബി ജെ പിയുടെ രാമൻപിള്ള സാറ് പറഞ്ഞത് 1977 മാർച്ച് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനുവരി മാസത്തോടു കൂടി ജനസംഘം തീർന്നുവെങ്കിലും അതിൻ്റെ അലകളൊന്നും തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭാസ്കര റാവുജി എന്ന് പറയുന്ന അന്ന് ചുമതലയുള്ള ജനസംഘത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ഭാസ്കര റാവുജി പ്രത്യേകിച്ച് രാമൻപിള്ള സാറിനെ വിളിക്കുകയും രാമൻപിള്ള സാറ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി, PS അംഗമായിട്ടുള്ള പാർവതിയുടെ അച്ഛൻ പി ഗോവിന്ദപിള്ള അന്ന് വലിയ സൈദ്ധാന്തികനാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ്, സൈദ്ധാന്തിക തലത്തിൽ വലിയ നേതാവാണ്. അദ്ദേഹം ദേശാഭിമാനിയിലാണ്. ആ ദേശാഭിമാനിയിലാണ് രാമൻപിള്ള സാറ് പോയി, ബി ജെ പിയുടെ രാമൻപിള്ള സാറ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് വോട്ട് വേണ്ട എന്നാരും പറയാറില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പിന്നെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 77 മാർച്ച് മാസത്തിൽ നടന്ന കൂത്തുപറമ്പിലെ പിണറായി വിജയൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലും അന്ന് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും കേരളത്തിലാകെ വലിയ തോതിൽ ജനസംഘം പ്രവർത്തകർ, RSS പ്രവർത്തകർ CPM വോട്ട് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡൻ്റായിട്ടുള്ള KP ശശികല ടീച്ചറുണ്ട്. അവരുടെ അച്ഛൻ അന്ന് വോട്ട് ചെയ്തപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാ പാർട്ടികൾക്കും കുത്തിയായി തൻ്റെ വോട്ട് അസാധുവാക്കി എന്നുള്ളതും ചരിത്രത്തിൽ കിടപ്പുണ്ട്. എന്നാൽ 77 ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം തലശ്ശേരി, കൂത്തുപറമ്പ് ഭാഗങ്ങളിൽ വ്യാപകമായി RSSുമായി CPM സംഘർഷത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ എന്ത് നടന്നിട്ടില്ല, പിന്നെ തുടർച്ചയായിട്ടുള്ള പരസ്യ ബാന്ധവം നടന്നിട്ടില്ല. രഹസ്യമായ എന്തെങ്കിലും ബാന്ധവം ഉണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. പക്ഷെ പരസ്യമായ ബാന്ധവം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല 77 കഴിഞ്ഞ് 80 ആകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി BJP രൂപപ്പെട്ടും കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് വലിയ പ്രസക്തിയില്ല. എന്നാൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസ്സുകാർ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. 1977 ഞാൻ പറഞ്ഞല്ലോ, ജനുവരി 23 ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ജനസംഘം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1960 EMSനെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിൽ ജനസംഘം സ്ഥാനാർത്ഥിയായിരുന്ന മാധവ മേനോനെ പിൻവലിച്ചിട്ട് കോൺഗ്രസിൻ്റെ രാഘവൻ നായർക്ക് ജനസംഘംകാർ സഹായം ചെയ്തു കൊടുത്തതായിട്ട് ചരിത്രത്തിൽ കിടപ്പുണ്ട്. 71 പാലക്കാട് AKG മത്സരിച്ചപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ജനസംഘവും കൂടി ഒന്നിച്ച് നിൽക്കുകയും RSSൻ്റെ ജില്ലാ കാര്യഭാഗമായിട്ട് വിക്ടോറിയ കോളേജിൽ വിരമിച്ച T ഗോവിന്ദൻ മാഷായിരുന്നു അവിടെ ഇവർക്ക് വേണ്ടി മത്സരിച്ചത്. RSSൻ്റെ ജില്ലാ കാര്യഭാഗമായിരുന്നു. വടകരയിൽ ഒരു മോഡൽ ഉണ്ടായി. കോലീബി എന്ന പേരിൽ കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ടായത് 1991 മാധവൻകുട്ടിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു ഇതുണ്ടായി. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ അതിനുശേഷം പാലക്കാട് ശിവദാസ മേനോൻ മത്സരിച്ചപ്പോൾ LK അദ്വാനി വന്ന് പ്രസംഗിച്ചതായി ഇന്ന് കേരള കൗമുദി പത്രത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആക്ഷേപമുണ്ട്. അപ്പോൾ തീർച്ചയായും സ്വരാജ് പറയുന്നത് ശരിയാണ്, ജനസംഘം ആയിക്കഴിഞ്ഞു, അല്ല ജനതാ പാർട്ടി ആയിക്കഴിഞ്ഞു ജനസംഘം. പക്ഷേ RSSകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അത് ശരിയാണ്. അതേസമയം ഗോവിന്ദൻ പറയുന്നത് ശരിയാണ്. 7 പാർട്ടി ഉള്ളതിൽ 6 പാർട്ടിയും വടക്കാണുള്ളത്. ഒരു പാർട്ടി മാത്രം ഇവിടെ ഉണ്ടായിരുന്നത് ജനതാ പാർട്ടിയിൽ ഉള്ളത്. ആ പാർട്ടിയുമായി സഹകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനുവരിയിൽ വരെ ഉണ്ടായിരുന്നൊരു പാർട്ടി മാർച്ച് മാസത്തിനകത്ത് നടക്കുന്ന 3 മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൊത്തം അങ്ങോട്ട് മാറിക്കാണത്തില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നതും സാങ്കേതികമായി ശരിയാണ്, താത്വികമായി ശരിയാണ്. സാങ്കേതികമായി ശരി എന്ന് പറയുന്നത് പിണറായി പറയുന്നതാണ്. 77 കൂത്തുപറമ്പിൽ പിണറായി മത്സരിക്കുമ്പോൾ ശരിക്ക് ജനസംഘം ഇല്ല, അത് ജനതാ പാർട്ടി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്നതും ശരിയാണ്. ഇതിനിടയിൽ കോൺഗ്രസും ആവശ്യത്തിന് വോട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴൊക്കെ CPM തോറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ LDF തോറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ വ്യാപകമായി പറയുന്നൊരു പരാതിയാണ് BJP വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തു. അങ്ങനെയും കേരളത്തിൽ കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും 10-40 അല്ല 100-ലധികം പഞ്ചായത്തിലാണ് CPMമായി സഹകരണമുള്ളത്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി CPMന് സഹകരണമുണ്ടെന്നും അത് 2 പാർട്ടിയും അംഗീകരിച്ചുള്ള സഹകരണമാണെന്ന് സഭ TVയിൽ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോള് മുഹമ്മദ് കുട്ടി പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ആർക്കൈവിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസും ചരിത്രത്തിൽ ഒരുപാട് കാര്യവും നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ആളുകൾ വന്നു മറിക്കുന്നത്. ശരിയായാലും തെറ്റായാലും RSSൻ്റെ വോട്ട് പരസ്യമായും രഹസ്യമായും എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. 77 തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ദേശാഭിമാനി പത്രത്തിൽ വന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ കോൺഗ്രസ് മേഖലകളിലും BJP വാളുകളിലുമൊക്കെ കറങ്ങുന്നൊരു പോസ്റ്ററുണ്ട്.
ആ പോസ്റ്റർ ദേശാഭിമാനി പത്രത്തിൽ വന്നതായിട്ടാണ്. LDFിൻ്റെ പിന്തുണ പിന്നെ ഭാരതീയ ജനസംഘത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ പിണറായി വിജയൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററാണ്. പക്ഷേ അന്നൊരു പ്രശ്നം, ഭാരതീയ ജനതാ പാർട്ടി അന്നില്ല, അന്ന് ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. അതേസമയം ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന സംവിധാനം അന്നുണ്ട്. അത് ജനസംഘമാണ്, അത് ഭാരതീയ ജനസംഘമാണ്. അപ്പോൾ ഭാരതീയ ജനസംഘം എന്നെഴുതുന്നതിന് പകരം ഭാരതീയ ജനതാ പാർട്ടി എന്ന് എഴുതിയതാണോ, അതോ ജനതാ പാർട്ടിക്ക് പകരം ഭാരതീയം കൂടെ ചേർത്തൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തതാണോ, എന്തായാലും അതോ ഇപ്പോൾ പുതിയ ആളുകൾ പോസ്റ്റർ വ്യത്യസ്തമായി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണോ, എന്തായാലും 80കളിലാണ് 79, 80കളിലാണ് LDF ഉണ്ടാകുന്നത്. അതിനു മുമ്പ് CPM മുന്നണിയുണ്ട്, കോൺഗ്രസ് മുന്നണിയുണ്ട്. പക്ഷേ എന്തായാലും രണ്ട് പാർട്ടികളും പരസ്യമായും രഹസ്യമായും RSSൻ്റെ വോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട്. അത് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ, നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ പാറ്റേൺ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. കൃത്യമായി ചെയ്യുന്നു. അവസാനമായൊരു വാക്ക്, മുസ്ലിം ലീഗിനെയും ഇതുപോലെ തന്നെ തലങ്ങും വിലങ്ങും രണ്ട് കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ രണ്ട് കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. PDPയെ രണ്ട് കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. SDP ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശർക്കരക്കുടത്തിൽ ഇട്ടിട്ട് നക്കാത്ത ഒരാളുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളോട് വന്ന് മതേതരത്വം പറയുകയും നമ്മളെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. സഹാക്കളും കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും പിന്നെ സംഘികളും പോസ്റ്റർ ഇട്ട് രമിക്കട്ടെ.